ഗ്രേസിൻ്റെ ഇഫക്ട്സിനേക്കാൾ ഉപരി പ്രസൻസ് ബൈ പ്രസൻസ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാഗ്ദാനം, റീഡ് ഇറ്റ് അഗെയിൻ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ്, എഫേസ്യസ് 1:18 ഒന്ന് ഏറ്റു പറഞ്ഞ്, ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാവോ? ചാവറക്കുരിയാക്കമ്മയും യുപ്രസ്യാമ്മയും മാത്രമല്ല, വിശ്വാസികളെ മുഴുവനും വിശുദ്ധരെന്നാണ് ബൈബിൾ പറയണത്. വിശുദ്ധർക്ക് അവകാശം എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് അവകാശം എന്നാണ് പറഞ്ഞ്, വിശ്വാസികൾക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി, ദ പ്ലെനിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേസ്, മഹത്വത്തിന്റെ സമൃദ്ധിയാണ്. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. ഇതൊരു നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച്, ഇടത് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധർക്ക് അവകാശമായി അങ്ങൊരുക്കിയിരിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാൻ എൻ്റെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അപ്പൊ ഇത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവ സംസർഗത്തിലൂടെയും ഒക്കെയാണ് ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിക്കുന്ന കൊണ്ടാണ്. ആന്തരിക നേത്രം പ്രകാശിച്ചപ്പോൾ ഈ റോയ് എന്താ കണ്ടത്? റോയ് കണ്ടത് ഇതാണ്: ഇനി ഞങ്ങൾക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ തന്നെ അമ്മ കുഞ്ഞിനെ തന്നില്ലേ, ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ ഞങ്ങൾക്കതൊരു ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും മരിക്കാത്ത കൊച്ചിനെ ഞങ്ങൾ കൈ വെച്ച് തരും. അതാണ് വിശുദ്ധർക്ക് അവകാശമായി. ഒന്ന് വായിച്ചേ. വിശുദ്ധർക്ക് അവകാശമായി, വിശ്വാസികൾക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ ഈ റോയ് അത് പറയുന്നുണ്ട്. കാര്യം നിനക്ക് അയാൾ പറയണത് എന്താണ്? ഒരു വ്യത്യാസമില്ല, സന്തോഷത്തോടെ പറയുകയാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാലാഖിയായി അവൻ ഈശോൻ്റെ അടുത്ത് പോയി. അപ്പം ഞാൻ ചിന്തിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ലേ, അപ്പം അങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മരിക്കാത്ത കുഞ്ഞിനെ ദൈവം തരും. അതെന്താണ്? വിശ്വാസികൾക്ക് അവകാശമായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിന് സമൃദ്ധി കൈയിടിച്ച് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്ന് പാടിച്ചു നോക്കിയേ, സൂപ്പറായിരിക്കും. അതായത് നാഥ നീ മതി എനിക്ക്, പിന്നെന്താണ്? നിൻ കൃപ. 2 കൊറിന്ത്യൻസ് 12:9 പറയണത്. യുവർ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ മീ. അതാണ് ഈ പറയണത്. ഇങ്ങനെയുള്ള സകല കാലഘട്ടങ്ങളിൽ വാട്ട് വി നീഡ് ആക്ച്വലി ദ ഗ്രേസ് ഓഫ് ഗോഡ്. അത് ഗ്രേസ് എങ്ങനെ വന്നതാണ്? ഈ ഗ്രേസ് എങ്ങനെ വന്നതാണ്? അവൻ്റെ പീഡാനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ പ്രസാദമായി ലഭിച്ചതാണ്. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ചതിൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അപ്പോഴെന്താണ് പ്രസാദം? അപ്പൻ്റെ പ്രസാദം എങ്ങനെ വന്നതാണ്? ഈ ദാസൻ മരണത്തോളം തന്നെ താഴ്ത്തിയപ്പോഴുണ്ടായ അപ്പൻ്റെ പ്രസാദമാണ് the power of God, so called grace. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹത്വത്തെ റോയ്ക്ക് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? മഹത്വത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവന് അതിൻ്റെ ആവിയും, കുഞ്ഞു മരിച്ചതിൻ്റെ ആവിയും പൊള്ളലും അനുഭവിക്കാതെ വന്നത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ എന്തുമാത്രം വാഗ്ദാനങ്ങളാണല്ല. ഇപ്പം റോയി അഗ്നിയിലൂടെ നടക്കുകയാണ് അല്ലേ?
അല്ലേ? നമ്മുടെ ഐസയ 43:2 നടക്കുകയാണ്. എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും. പറഞ്ഞേ, നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അപ്പൊ കല്യാണം കഴിച്ച 6 കൊല്ലമായിട്ട് അവസാനം കൊച്ചിനെ കിട്ടുന്ന കൊച്ചു മരിക്കണവരെയും മരിച്ചു കഴിഞ്ഞും ഇവനെന്താ ചെയ്യണത്? അവൻ ഈ തീയിലൂടെ യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അഗ്നി അവനെ വിഴുങ്ങണില്ല. ആ കുഞ്ഞ് മരിച്ചിട്ട് പോലും അതിൻ്റെ ആവിയും പുകയും അവൻ അനുഭവിക്കാത്ത ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഈ ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ഇതൊരു വിശ്വാസിക്ക് കിട്ടിയ വാഗ്ദാനമാണ്. ക്രിസ്തുവിലെ കളകളഞ്ഞാണെന്ന് നീ വിശ്വസിക്കണമെങ്കിൽ നിനക്ക് ഈ അഭിഷേകം നിന്റെ അവകാശമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആന്തരിക അഭിഷേകത്തെ ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് തുലോ നിസ്സാരമാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയെ തൊട്ടറിയാൻ കർത്താവേ ഞങ്ങളിലേക്കും ആന്തരിക അഭിഷേകം ചൊരിയണം. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് നിത്യതയെക്കുറിച്ച് പറയുന്ന വചനമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഹത്വം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മഹത്വം മുൻകൂറായിട്ട് വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചതാണ്. അവന് കൊടുക്കാൻ പോകുന്ന മഹത്വത്തെ ദൈവം അവന് മുൻകൂർ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവന് സങ്കടമില്ലാതെ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആണ് നമ്മൾ റോയുടെ ആന്തരിക നേത്രങ്ങളെ കർത്താവ്, അത് എഫെസ്യസ് 1:18. എന്താ എഫെസ്യസ് 1:18? ഈ എഫെസ്യസ് 1:18 റോമ 8:18 കണക്ട് ചെയ്യേണ്ടതാണ്. എഫെസ്യസ് 1:18 എന്താണ്? നമുക്ക് എഫെസ്യസ് 1:18 വായിച്ചോളൂ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നത്തെ? വാഗ്ദാനങ്ങളുടെ ഒന്നാണ് മഹത്വം. അത് വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വാഗ്ദാനങ്ങൾ ഒന്ന് മഹത്വമായിട്ട് വരും. ഈ മഹത്വം പലതരത്തിലും, ഈ ബ്ലെസ്സിങ്സിലൂടെ നമുക്ക് മഹത്വം ഉണ്ടാവും, ദൈവമഹത്വം വെളിവാകും. ഈ ബൈബിളിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അടയാളങ്ങളെല്ലാം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, കുട്ടികളുണ്ടായി, അല്ലെ ജോലി കിട്ടി, അല്ലേ, അതുപോലെ തന്നെ സ്ഥലം വിറ്റു, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ അടയാളങ്ങളെയും മരിയം പെർസ്പെക്റ്റീവിൽ ഈ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവത്തിനെ മഹത്വം വെളിവാക്കുന്നതിൻ്റെ മാധ്യസ്ഥം മറിയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണം കഴിയുമ്പോൾ യേശു ക്രിസ്തു അത് അവസാനിക്കണത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ ആദ്യത്തെ അടയാളം കാണിച്ചത് കാനായിൽ വെച്ചാണെന്ന് പറയാൻ കാരണം അതാണ്. മഹത്വവും അടയാളവും തമ്മിൽ അടയാളമുണ്ട്, അത് ദൈവമഹത്വമാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന അത്ഭുതങ്ങളെല്ലാം ദൈവമഹത്വത്തിൻ്റെ അടയാളമാണ്. റീഡ് ഇറ്റ്, ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 2:11 വായിച്ചോളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് എന്ന് പറഞ്ഞാൽ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. കണ്ട, അപ്പൊ യോഹന്നാൻ 2:11 എന്താ പറയണത്? യേശു തൻ്റെ മഹത്വം വെളിവാക്കാൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം
അടയാളങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പോഴും അടയാളങ്ങൾ, ഇപ്പോഴുവരെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അടയാളങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. വിഷയങ്ങളില് സമയബന്ധിതമായി ഇടപെടുന്ന മാതൃവാത്സല്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അടയാളം, ദൈവം, ഈ മഹത്വം, ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂട്ടി വെളിപ്പെടുത്തുമ്പോഴാണ് ആന്തരിക അഭിഷേകം ഉണ്ടാകണത്. പിടികിട്ടിയ? ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവൻ പറഞ്ഞത് എന്താണ്? ഭാര്യയോട്, നമ്മൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ കുഞ്ഞിനെ തരുമെന്ന് അടയാളം കാണിച്ചല്ലേ. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് അവനെ തിരിച്ചു പോയെങ്കിലും അത് അടയാളമാണ്. എന്താണ്? അമ്മ നമുക്കിനി കുഞ്ഞിനെ തരുമെന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കും. അപ്പോൾ അവളുടെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കും. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എന്താ പറയുക? പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും. പ്രൈസ്തലാണ്. ആ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിക്കും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ അടയാളങ്ങൾ നേരത്തെ, അതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവിടെ ചെയ്തപ്പോൾ ഡോക്ടറിനോട് ഈ റോയി ദൈവത്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒന്ന് തിരിച്ച് വാങ്ങിച്ച കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഓരോ വിശ്വാസികളാണ്, നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തോട്. ഇവള് 10 മാസം അതിനെ ചുമന്ന് അതിൻ്റെ പുറകെ നടന്നതല്ലേ, ഞാനും കുറേ പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ നിന്നല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. വേറെയാണ് കുഞ്ഞിനെ അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഒന്ന് നീ വാങ്ങിച്ച കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അവനൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അവൻ്റെ വെയിറ്റ്, അവൻ്റെ മുടിയുടെ ചുരുളൻ നിറം, അതുപോലെ തന്നെ അവൻ്റെ അലർജികൾ നിലവാരം എല്ലാം ആദ്യത്തെ കുഞ്ഞിൻ്റെ തന്നെയാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നിന്നെ ദൈവത്തിന് ഏത് വിധേനയും സഹായിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഏത് വിധേനയും. ഇപ്പോൾ അനിതയുടെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അനിതയ്ക്ക് സംഭവിക്കുന്നത് എന്താ? അനിതയ്ക്ക് സംഭവിക്കുന്നത് ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അനിതയുടെ പഴയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഫ്രണ്ട്, ആ സ്റ്റോറി ഭയങ്കര രസമാണ്. അനിതയുടെ ലൈഫിലേക്ക് അറിയാം എന്താ സംഭവിച്ചതെന്ന്. ഇനിയിപ്പോൾ അവൾക്ക് വന്ന മാറ്റം എന്താണ്? അവൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ മകളായി, ആ കുടുംബത്തോളം ദൈവത്തിൻ്റെ മകളായി. അത് രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസമൊക്കെ ഈ ബ്രെയിനൊക്കെ ഡാമേജായി ഓർമ്മയില്ലാതൊക്കെ കിടക്കുന്ന ഭർത്താവില്ലേ, അയാൾ ആദ്യമൊക്കെ അയാളുടെ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അയാളും ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന അവരുടെ വിശ്വാസത്തിനല്ലല്ലോ അത്. അപ്പോൾ ആ ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന ഒരു രീതിയിൽ കണ്ടിട്ട് അയാൾക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അയാളെ കിടന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ ഇവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ അമ്മയും മക്കളും കൂടിയിരുന്നാണ് പ്രാർത്ഥിക്കണത്. മറ്റയാൾ കട്ടിലെ തളർന്ന് അവസാനമായി കിടക്കുകയാണ്. അപ്പം ഈ മനുഷ്യന് ഈ കുടുംബം കരകയറാൻ വേണ്ടി തൻ്റെ ഭാര്യയും മക്കളും കൂടി ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ അയാൾ നോക്കി ചിരിക്കും. കളിയാക്കി ചിരിക്കണമല്ല, നിസ്സഹായതയിലുള്ള ചിരിയാണ്. നിങ്ങളത് അനുഭവത്തിലൂടെ പോയാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ചെല്ലാൻ തുടങ്ങി. 3 ദിവസം അങ്ങനെ ഒരു അഭിഷേകം പുള്ളിക്ക് കിട്ടി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനുള്ള ഓർമ്മയില്ലാതെ മലമൊക്കെ പോണ ഒരാളാണ്. നിങ്ങൾ ഓർക്കണം, ആ മനുഷ്യൻ അവിടെ കിടന്ന് ആ കുരിശിൽ കിടന്ന് ആ മനുഷ്യൻ ചെല്ലുകയാണ് പ്രാർത്ഥന. എല്ലാ ഓർമ്മയും ആരോഗ്യവും ഉള്ളവൻ ഉടമ്പടി എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മറന്നു പോയാൽ അവനെ ദൈവം എന്തെന്ന് വിളിക്കേണ്ടി വരും. ഇത് കേൾക്കണം നിങ്ങൾ. ഈ മനുഷ്യന് ഓർമ്മയില്ലായിരുന്നിട്ട് അദ്ദേഹം ഇവിടെ കണ്ടിട്ടില്ല, എന്താണെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിന് തൊടാനുള്ള അവസാനത്തെ ഒരു പിടിവള്ളി പോലെ എൻ്റെ മക്കളും ഭാര്യയും കൂടി ഇരുന്ന് ചെല്ലണം ഈ പ്രാർത്ഥന. ആ മനുഷ്യൻ കിടന്നുകൊണ്ട് ചെല്ലുകയാണ്.
ചൊല്ലി ഒരാഴ്ച കൂടി 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ അനിത തൻ്റെ കൂടെ 10ാം ക്ലാസ്, ഇവിടെ 10ാം ക്ലാസ് വരെ പണ്ട് പഠിച്ചതാണ്. പിന്നെ പൈസ ഇല്ലാതെ കൊണ്ട് പഠിച്ചില്ല. പക്ഷെ അവൾ ബ്രില്യൻ്റ് ആണെന്നുള്ളത് അവളുടെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട്, അയാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ എവിടെ ജോലിയുള്ളതാണ്, ബാങ്കിൽ ജോലിക്കാരനാണ്. അപ്പോൾ അനിതയെ കണ്ട പഴയ കൂട്ടുകാരത്തെ കണ്ട പറഞ്ഞ്, എടി അനിതേ, ഞാനിപ്പോൾ എനിക്ക് ഒരു പോളിസി തരാം കേട്ടാ, നീ ഒരു ഡിപ്പോസിറ്റ് തരാമെന്ന് പറയും. ആരോടാ പറയണത്? പാത്രം മേടിക്കാൻ കാശില്ലാത്ത, തിന്നണ പാത്രം മേടിക്കാൻ പറ്റാത്ത ഒരാളിനോട് പറയണേ അയാൾക്ക് ഒരു ഡിപ്പോസിറ്റ് കൊടുക്കാൻ. അപ്പോൾ ഉടനെ അനിത പറയും, അനിത തൻ്റെ ഇടവൊന്നും ആരോടും പറയാത്ത ഒരാളാണ്, അതാണ് മനസ്സിലാവും. ആ പറഞ്ഞ്, എടാ എനിക്കിപ്പോൾ അതിനുള്ള പരുവൊന്നുമില്ല എന്ന് പറയും. അതൊന്നും പറഞ്ഞ കാര്യം, നിൻ്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. പരുവം ഉണ്ടായില്ല എന്ന് വീട്ടിൽ വരുമ്പോൾ നോക്കാമെന്ന് പറയും. ഇവന് ഈ അധികാരം ഉണ്ടല്ലോ, അവർക്ക് പരസ്പരം പഠിച്ചവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അധികാരമായിരിക്കുമല്ലോ. അവർ ഇത്ര ഉയർന്നു പോയാലും താഴ്ന്നു പോയാലും ഒരു ബന്ധമുണ്ടാകും. അപ്പം അത് അവനുടനെ അടുത്ത ആഴ്ച തിരക്കി വരും, പോളിസി മേടിക്കാൻ വേണ്ടി. ഇവിടുന്ന് ഡിപ്പോസിറ്റ് മേടിക്കാൻ വേണ്ടി തിരക്കി വരും. എന്നിട്ട് വിളിക്കും, അടുത്ത് വന്ന് എവിടെയോ ഒന്ന് വിളിച്ചിരിക്കും, നിൻ്റെ വീട് എവിടെയാണ്, ഞാൻ ഇവിടെ വരെ എത്തിയണമെന്ന് പറയും. അങ്ങനെ അവൻ ഇവളുടെ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴാണ് ഈ കോലം കണ്ടിട്ട് അവൻ യഥാർത്ഥത്തിൽ കരഞ്ഞു പോകും. അത്രക്കും കാര്യം അവനതൊന്നും പ്രതീക്ഷിച്ചില്ലല്ല. പിന്നെ ഇപ്പം ഈ അവസ്ഥ കണ്ടില്ലേ, പിന്നെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റണമെന്ന് നോക്കിയിട്ട് അവനുടനെ ഒരു ക്ലീനിങ് ജോലി ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇത് 2 മണിക്കൂർ ഓരോ വീടുകളിൽ പോയി ക്ലീൻ ചെയ്യണം. അതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവൾ പറയുന്നൊരു വാക്കുണ്ട്, അവിടെ എല്ലാം അവനെ കൊണ്ടുവന്ന മാതാവാണ്. അതാണ് വിഷയം. എൻ്റെ ക്ലാസ്മേറ്റ് വന്നല്ല പറയണത്, ക്ലാസ്മേറ്റിലൂടെ വന്നതാരാണ്? മാതാവാണ്. കാര്യം എന്താണ്? അവരെനിക്ക് കാണിച്ചു തന്ന വീടെല്ലാം ഈശോൻ്റെ വീടാണ് നിന്ന്. എന്ന് വെച്ചാൽ അവിടെ ഈശോനെ അക്ഷരാർത്ഥത്തിൽ ഈശോനെ ജീവിക്കുന്ന വീടാണ്. ഇപ്പോൾ അവിടെ ഒരു മാമിനെക്കുറിച്ച് പറയും. ഇപ്പോൾ മാമൻ ഇവളേക്കാൾ പ്രായം കുറഞ്ഞതാണെങ്കിലും ഇവളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ വിശേഷമൊക്കെ തിരക്കും. ഇവളൊന്നും പറയത്തില്ല, ഇങ്ങനെ വിട്ട് പറയണ ആളല്ല. പക്ഷേ മകൾ വന്ന് വീട്ടിൽ, നീ എൻ്റെ മകളെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പറയും, മകളെ ഫീസ് അടക്കാൻ പറ്റാതെ വന്ന് വീട്ടിൽ നിൽപ്പുണ്ടെന്ന് പറയും. അപ്പോൾ മാം പിന്നെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കും. അവൾക്ക് 1,70,000 രൂപ വേണം. 1,70,000 രൂപ വേണം അവളുടെ ഫീസ് അടക്കണമെങ്കിൽ. അതുടനെ പറഞ്ഞാൽ അവളോട് ഇങ്ങനെ പറ, അവളുടെ ബാങ്ക് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് മാം ഈ 70,70,000 രൂപ പെട്ടെന്ന് കൊടുക്കും. അപ്പോൾ ഒരു വിഷയം പറഞ്ഞത്, ഇവരൊക്കെ നേരത്തെ ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലേ, മാതാവ് ലിങ്ക് ചെയ്യണ കണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയാണ്. നിങ്ങളിവിടെ മാമിൻ്റെ വായുടെ നോക്കിയിരിക്കരുത്, മാതാവിനെ നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അമ്മ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യണമെന്ന് നോക്കി, ഒരു ഉടമ്പടിയുടെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച ഇവർ കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് ഇവൻ തിരിച്ചു വരും. അവിടെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ, ഇങ്ങനെ പ്രളയം കയറി വീടെല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവ് വണ്ടി ഇടിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരവസ്ഥ കിടക്കുന്നത്. അവിടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരും. പണ്ട് 10ാം ക്ലാസ് പഠിച്ച പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് വരും. അവരൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് പലരും, ഒത്തിരി പേര് നല്ല വരുമാനമുള്ളവരാണ്. അവരെങ്ങനെ വരുന്നത്? അവരിവളുടെ വീട് 3 മുറിയും വാരവും സിറ്റൗട്ടും എല്ലാം ഉള്ളൊരു മുറിയുടെ സ്കെച്ച് എൻജിനീയറിനെ കൊണ്ട് വരപ്പിച്ചുകൊണ്ട് വരികയാണ്. പറഞ്ഞത് ഇതാണ് നിൻ്റെ വീടെന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തറക്കല്ലിട്ട് കൊടുത്തിട്ട് വീട് പകുതി മുക്കാലും കഴിഞ്ഞിപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഈ അതായത് ഉടമ്പടിയുടെ സഞ്ചാരം ഇങ്ങനെ പോണതെങ്ങനെ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനകോടികൾ അഭിഷേകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും, വ്യക്തികളെല്ലാം നവീകരിക്കും. കാര്യം എന്താണ്? ഇത് സഞ്ചാരി മാതാവാണ്. മാതാവ് കൂടെ വന്നിട്ട് നിന്നെ രക്ഷിക്കാനുള്ള മാർഗം, നിൻ്റെ ആ പ്രാദേശികമായിട്ടുള്ള അവസ്ഥകളിൽ തന്നെ നിന്നെ രക്ഷിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. എല്ലാവരെയും ഇതൊക്കെ പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നിങ്ങൾ കമ്മിറ്റ് ആകാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ പലരും ഉണ്ട ഒരു വിഷയം, നിങ്ങൾക്ക് ദൈവത്തെ ഇപ്പോൾ ഇവരൊക്കെ ഈ അനിതയൊക്കെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നണത്, ആദ്യമാണ് ഈ ഈശോനെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെട്ടതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു വിഷയം പണ്ടേ പരിചയപ്പെട്ടതാണ് നിങ്ങളുടെ ദുരന്തം. നിങ്ങൾക്കെല്ലാം ഉള്ളൊരു കുഴപ്പം പണ്ടേ പരിചയപ്പെട്ടതാണ്. അന്ന് തന്നെ ഈ നാട്ടുകാർ പറഞ്ഞപ്പോൾ നമ്മൾ 5 പരത്തിൽ ഓരോ കാര്യം കൈകാര്യം ചെയ്ത് കുളമായി. ഇന്ന് സത്യസന്ധമായ കാര്യങ്ങൾ കേട്ടാലും അത് പഴയതുപോലെ കണ്ടിട്ട് ഒരു 10 ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 8 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തില്ല. അങ്ങനെയൊക്കെ തിരിച്ച് ഇരന്ന് പണി മേടിച്ചിട്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് യേശുവിനെ പരിചയപ്പെട്ട ആൾക്കാർ കാണിക്കുന്ന ഒരു ആക്രാന്തങ്ങളില്ലേ, ആധ്യാത്മിക ആക്രാന്തം, ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും, അതുപോലെ നിങ്ങൾ റീസെറ്റ് ചെയ്യണം. എന്നിട്ട് അനേക ആയിരങ്ങളെ ഇതിനകം രക്ഷപ്പെടുത്തി ആത്മഹത്യ എന്നപോലെ വീണ്ടെടുത്ത ആ ഉടമ്പടിയിൽ സഞ്ചരിക്കുന്ന മാതാവും, അത് ഓരോരുത്തർ അനിത എന്താ പറയണത് വെച്ചാൽ, അനിത പറഞ്ഞത് എനിക്കെങ്ങനെ മനസ്സിലായത് വെച്ചാൽ, ഞാൻ ഇവനെ കാണുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുകാരനെ കാണുന്നതിന് മുമ്പ് മാതാവിനെ കണ്ടു എന്നാണ് പറയണത്. അത് ഇവർ രണ്ടും പറയുന്നുണ്ട്, റോയിയുടെ വൈഫും പറയുന്നുണ്ട്, അനിതയും പറയുന്നുണ്ട്, മാതാവിനെ കണ്ടു. അതിനാണ് നമ്മൾ സഞ്ചാരി മാതാവെന്ന് പറയണത്. ഒരു നിമിഷം അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും.